ജൂൺ 5 പരിസ്ഥിതി ദിനം. ഇന്ന് നമുക്ക് നമ്മുടെ പരിസ്ഥിതിയെക്കുറിച്ചൊന്ന് ആലോചിക്കാം. പരിസ്ഥിതി എന്നാൽ നാം ജീവിക്കുന്ന ഈ ചുറ്റുപാട്, പരിസ്ഥിതി, പരിസരം എന്നൊക്കെ നമ്മളതിനെക്കുറിച്ച് പറയാറുണ്ട്. എന്നാൽ സമാനമായി പറയുന്ന മറ്റൊരു വാക്കാണ് പ്രകൃതി. പക്ഷേ പ്രകൃതി എന്ന് പറയുമ്പോൾ അതിൽ മനുഷ്യൻ കൂടി ഉൾക്കൊള്ളുന്നു. പരിസ്ഥിതിയിൽ മനുഷ്യൻ്റെ ചുറ്റുപാടുകളെ, അവൻ്റെ ആവാസ വ്യവസ്ഥയെ നമുക്ക് പരിസ്ഥിതി എന്ന് വിളിക്കാൻ പറ്റുന്നു. ഇനി നമുക്ക് ഈ പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ട വളരെ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു ബോധത്തെക്കുറിച്ച്, സാമാന്യ ബോധത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് സംസാരിക്കാം. പ്രകൃതിയെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിലെ ഓരോ ആവാസ വ്യവസ്ഥയിലും നമുക്ക് വ്യത്യസ്തമായ ഇടപെടലുകൾ കാണാം. മനുഷ്യേതര ജീവികൾ ഈ പ്രകൃതിയിൽ എത്ര ശ്രദ്ധയോടും സൂക്ഷ്മതയോടുകൂടിയുമാണ് ഇടപെടുന്നത് എന്ന് നമ്മളൊന്ന് കണ്ടു പഠിക്കേണ്ടത് തന്നെയാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു കുളം ഒരു ആവാസ വ്യവസ്ഥയാണ്. അതിലുള്ള മുഴുവൻ സൂക്ഷ്മജീവികൾ മുതൽ താരതമ്യേന അതിലുള്ള വലിയ ജീവികൾക്ക് വരെ ജീവിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയതാണ് കുളം. ആ കുളത്തിൽ ഒരിക്കലും കുളത്തിലുള്ള ഒരു ജീവി വിഷം കലക്കുകയില്ല. വിഷം കലക്കുന്നത് ഒരു പക്ഷേ അതിലുള്ള ജീവിയല്ലാത്ത മനുഷ്യനായിരിക്കാം. വേറെ ആരും അതിൽ കൊണ്ടുപോയി വിഷം കലക്കാൻ സാധ്യതയില്ല. ഇനി നമ്മൾ ചിന്തിച്ച് നോക്കാം. ആ കുളത്തിലേക്ക് ആരെങ്കിലും അല്പം മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞു. ജൈവ മാലിന്യങ്ങളാണെങ്കിൽ ഒരു പക്ഷേ അതിലുള്ള താരതമ്യേന വലിയ ജീവികൾ അത് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് കഴിച്ച് വിഘടിപ്പിച്ച് വിസർജ്യമാക്കി മാറ്റി കുളത്തിലേക്ക് തള്ളുമ്പോൾ അതിൽ തന്നെയുള്ള ആൽഗകളും അതുപോലെ തന്നെ അതിലുള്ള ചെറിയ സസ്യങ്ങളും അതതിനെ വളമാക്കി വലിച്ചെടുക്കുന്നു. അങ്ങനെ പ്രകൃതിയിൽ ഒരു തരം മാലിന്യങ്ങളും കിടന്ന് പ്രകൃതി അഴുകിപ്പോവാതിരിക്കാൻ വേണ്ടി, പ്രകൃതി നശിച്ചു പോവാതിരിക്കാൻ വേണ്ടി, പ്രകൃതിക്ക് ചെറിയതായ പോറൽ പോലും ഏൽക്കാതിരിക്കാൻ വേണ്ടി ആ കുളത്തിലുള്ള ചെറിയ ജീവികൾ എത്രമാത്രം സജ്ജമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. എന്നാൽ ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യവർഗം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പരിസ്ഥിതിയോട് പെരുമാറുന്നത്? നാം ഇന്ന് പ്രഭാതം മുതൽ ഈ സമയം വരെ നമ്മളിൽ നിന്ന് പ്രകൃതിക്ക് ക്ഷതമേൽക്കുന്ന എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രകൃതിയിൽ കാണുന്ന നമ്മൾ ഇഴഞ്ഞു പോകുന്ന സർപ്പങ്ങൾ മുതൽ വലിയ വലിയ പറവകൾ വരെ എല്ലാവരും ഈ പ്രകൃതിയെ പരമാവധി സംരക്ഷിച്ചും സൂക്ഷിച്ചുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, നെക്സ്റ്റ് ജനറേഷന് വേണ്ടി, അടുത്ത തലമുറയ്ക്ക് വേണ്ടി അവരിവിടെ പല കാത്തുവെപ്പുകളും നടത്തുന്നുണ്ട്. പക്ഷേ മനുഷ്യൻ അടുത്ത തലമുറയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നതുകൂടി ഇവിടെ വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഈ സമയത്ത് ഇന്ന് പരിസ്ഥിതി ദിനത്തിൽ നാം വളരെയധികം പ്രതിജ്ഞാബദ്ധമായിട്ട് നമ്മളോട് ചോദിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യം, നാം അടുത്ത തലമുറയ്ക്ക് വേണ്ടി, അടുത്ത സമൂഹത്തിന് വേണ്ടി, അടുത്ത ജീവന് വേണ്ടി നമ്മൾ എന്താണ് ഇവിടെ കാത്തുവെക്കുന്നത്? നാം എന്താണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാവർക്കും ആശംസകൾ.